എൻ്റെ പേര് ശില്പ പ്രമോദ്. തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. ആ ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കൊറോണ പാൻഡമിക് പീരീഡ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഷോപ്പാണ് നടത്തുന്നത്, ഹോട്ടൽ. അപ്പോൾ കടയിൽ ഒരുപാട് നഷ്ടങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ രൂക്ഷമായി. ഞങ്ങൾ ഇതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അപ്പോൾ പള്ളിയുടെ പരിസരത്തിരുന്ന സമയത്ത് ഒരു പെങ്കൊച്ച് കൊണ്ടുവന്നൊരു പത്രം കയ്യിൽ തന്നു. നല്ലതാണ്, വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പത്രം ബാഗിനകത്ത് ഭദ്രമാക്കി വെച്ചു എന്നല്ലാതെ അതൊന്ന് തുറന്നു നോക്കാൻ പോലും തോന്നിയില്ല. പിന്നീടും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായപ്പോൾ ഇങ്ങനെ ഒരു പത്രം കിട്ടിയതാണല്ലോ, ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ മനസ്സിൽ തോന്നി എന്തായാലും കൃപാസനത്തിലെത്തണം, ഉടമ്പടി എടുക്കണമെന്ന്. 2023 ഏപ്രിൽ 15 കൃപാസനത്തിലെത്തി ഞങ്ങൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാറിയിരിക്കും. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര വിശ്വാസമൊന്നും ഹസ്ബൻഡിനില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു റെൻറ്റഡ് ഹൗസ് എടുത്തിരുന്നു. അതിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓണർ വിദേശത്തായത് കാരണം 1 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ക്രിസ്മസിന് എത്തുമെന്നും പറഞ്ഞു. ആ ഇടയ്ക്ക് ഓണറാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വരുന്നു. അയാൾ ഞങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീട് ആര് തന്നു, ഇപ്പം തന്നെ ഇറങ്ങണം എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് 1 മാസം ആയുള്ളൂ. റെൻറ്റഡ് ഹൗസിൽ താമസിക്കുന്നവർക്കറിയാം ഷിഫ്റ്റിങ്ങും റീ അറേഞ്ച്മെൻറ്റും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. അച്ഛൻ കിടക്ക രോഗിയാണ്. പിന്നെ ഞങ്ങൾ അഡ്വാൻസ് 50,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണറാണെന്ന് പറഞ്ഞ് ഒരു വ്യക്തി വന്ന് ഇറങ്ങാൻ പറയുമ്പോൾ പെട്ടെന്ന് മാറിക്കൊടുക്കുക ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കേസിലോട്ട് പോയി. ഈ ഓണറെന്ന് പറയുന്ന ആൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളെ ഡെയിലി വിളിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ ഹോട്ടൽ നടത്തുകയാണ്. അവിടെ പോയി ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ പ്രതിസ്ഥാനത്ത് ഞങ്ങളായിരുന്നു. അപ്പോൾ കട നേരെ നടത്താൻ പറ്റുന്നില്ല. മാനസികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ കോടതിയിൽ ഒരു സൂട്ട് ഫയൽ ചെയ്തു. പിന്നെ സ്റ്റേഷനിലെ CAക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിക്കും സംഭവിച്ചത് ഈ ഞങ്ങളോട് പ്രശ്നമുണ്ടാക്കിയ ആളായിരുന്നു ആ വീടിൻ്റെ യഥാർത്ഥ ഓണർ. അയാളൊരു സീനിയർ സിറ്റിസൺ ആയിരുന്നു. അപ്പോൾ ഈ മകനും അച്ഛനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് കാരണമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ മകന് അച്ഛൻ മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നതാണ്. പക്ഷേ അയാൾക്ക് വീട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. പിന്നീട് കോടതിയിലെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഷോപ്പ് നേരെ നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവിടെ പോയി നിന്ന് പരിചയക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ കേട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഉപ്പിട്ടതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉപ്പിട്ടുകൂടാ? ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. പോലീസ് സ്റ്റേഷനിലെ വിൻഡോസിൽ ഞാനിങ്ങനെ ഉപ്പ് വിതറുമായിരുന്നു. അതൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളെ ഇങ്ങനെ സേഫാക്കുന്ന കാര്യങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ ഓർക്കുന്നു. അതിനുശേഷം ഫൈനൽ കേസിലോട്ട് പോയി. ആ സാഹചര്യത്തിൽ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടും ആ വീടിൻ്റെ ഓണർ ആയതുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു സ്റ്റേ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അഡ്വക്കേറ്റ് ഞങ്ങളോട് പറഞ്ഞതാണ്. ജഡ്ജി തന്നെ കൺഫ്യൂഷനിലായി. ആ സമയത്ത് അവരുടെ അപ്പീലിൽ തന്നെ ഞങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിലുള്ള ഒരു പോയിൻ്റ് കിട്ടുകയും അങ്ങനെ യഥാർത്ഥ ഓണറിനെതിരെ സ്റ്റേ വരികയും 1.5 വർഷത്തോളം ഞങ്ങൾക്ക് അവിടെ താമസിക്കാനും സാധിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം, ഈ കൊറോണ പാൻഡമിക് പീരീഡിൻ്റെ നഷ്ടങ്ങൾ കാരണം റെൻറ്റ് കൊടുക്കുന്നതിൽ ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് പെൻഡിങ് ആയി. പിന്നെ കട തുടർന്ന് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടായി. ആ സാഹചര്യത്തിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ട് 3 മാസമായിട്ടും യാതൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഓരോ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഉടമ്പടി എടുത്ത് 3ാമത്തെ പുതുക്കലായ സമയത്താണ് ഞങ്ങൾക്കത് സാങ്ഷൻ ആവുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ ലോണ് മിക്കവാറും ഓഡിറ്റിൻ്റെ സമയമായപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈവനിങ്ങിൽ 4 മണിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രീതിയിൽ 50,000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ലോണ് സാങ്ഷൻ ആവുകയുള്ളൂ. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിളും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം നാളെ ഓഡിറ്റാണ്, അപ്പോൾ ക്യാൻസലായി പോകും. ഞങ്ങൾ ഓടി നടക്കുന്നുണ്ട് 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്. പക്ഷേ കിട്ടിയില്ല. 4 മണിയായ സമയത്ത് ഞങ്ങൾക്ക് ഒരാൾ ഗൂഗിൾ പേയിൽ 50,000 രൂപ ഇട്ട് തരികയും അപ്പോൾ തന്നെ ഞങ്ങൾ സെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആവുകയും ചെയ്തു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം മാതാവ് ചെയ്ത വലിയ അത്ഭുതമാണ്.
അപ്പോൾ മാതാവിനോട് വിശ്വസ്തത നമ്മളും പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ ഇട്ട നേർച്ച തന്നെ നിറവേറ്റണം. ആ ഇലക്ട്രിക് വെഹിക്കിളിൽ തന്നെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വരണമെന്ന് നേരത്തെ നേർന്നു പോയതാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നവർക്കറിയാം, ഒരു തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വരെ ഒരു ആക്റ്റീവ ഇലക്ട്രിക് എങ്ങനെ ഓടിച്ചു വരുമെന്ന്. 6 അവേഴ്സ് വേണം അത് ഫുൾ ചാർജ് ആവാനായിട്ട്. ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. ഹസ്ബൻഡിന് സമ്മതമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് തന്നെ ഈ വണ്ടി പോവും. വണ്ടി തലേദിവസം ഇറക്കുന്നു, പിറ്റേന്ന് എങ്ങനെയാണ് ഓടിക്കേണ്ടത്, അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ മാതാവിനോട് വിശ്വസ്തരായിരിക്കുക എന്ന ഒരു തീരുമാനത്തിന്മേൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഇലക്ട്രിക് വണ്ടിയിൽ വരുന്നു. 2 ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. കാരണം പാതിരാത്രിയിലും വെളുപ്പാങ്കാലത്തുമെല്ലാം റോഡിലെ ചാർജ് 6 അവേഴ്സ് ഇട്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഒരിക്കലും ഒരു അലച്ചിലോ ബുദ്ധിമുട്ടുകളോ കുഞ്ഞും ഉണ്ടായിരുന്നു, അവനും തോന്നിയില്ല. അത്രത്തോളം മാതാവ് ചെയ്തു തന്ന അത്ഭുതത്തിന് പകരമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളെങ്കിലും ചെയ്യണ്ടേ എന്നതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ. അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരുപാട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളിലും. പക്ഷേ അപ്പോഴെല്ലാം നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടുതലുണ്ടെങ്കിലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കേറ്ററ്റും സെറ്റും നെറ്റും ഇല്ലായിരുന്നു. ആകെയുള്ളതൊരു എംഎഡ് ആയിരുന്നു. അത് വെച്ചിട്ട് കുറേ അറ്റൻഡ് ചെയ്തു, എല്ലായിടത്തും ഡിസ്ക്വാളിഫൈ ആയി. പിന്നെ 2 തവണ കേറ്ററ്റും സെറ്റും എഴുതിയെങ്കിലും എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ 3-ാമത്തെ തവണ മാതാവിൻ്റെ കാശുരൂപം അത്രയും വിശ്വാസത്തോടു കൂടി ലെഫ്റ്റ് ഹാൻഡിൽ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. എനിക്ക് 2ഉം ഒരുമിച്ച് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. അതും വളരെ സന്തോഷത്തോടെയും വളരെ അത്ഭുതത്തോടു കൂടിയുമാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ബിസിനസ് ലോൺ 7 ലക്ഷത്തിൻ്റെ ഭാരത് പേ എന്ന് പറയുന്ന ഗൂഗിൾ പേ പോലുള്ള മറ്റൊരു ആപ്പാണ്, ഓതറൈസ്ഡ് ആണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ 3 ലക്ഷം രൂപ ഓൾമോസ്റ്റ് അടച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഷോപ്പ് റോഡിൻ്റെ പണി കാരണവും മറ്റ് കാരണങ്ങളാലും അടച്ചിടേണ്ടി വന്നു. ഡെയിലി 3000 രൂപയാണ് EMI. ഞങ്ങൾക്കത് വൻതോതിൽ നഷ്ടം സംഭവിക്കുകയും EMI അടയ്ക്കാൻ പറ്റാതെ ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. പിന്നീട് അവിടെ നിന്ന് കോള് വരുന്നുണ്ട്, ലെറ്റർ അയക്കുന്നുണ്ട്, കേസാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളാകെ ടെൻഷനായി. കാരണം 4,40,000 രൂപ വൺ ടൈമായിട്ട് സെറ്റിൽ ചെയ്താൽ മാത്രമേ കേസിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നെക്കാളും ടെൻഷൻ ഹസ്ബൻഡിനായിരുന്നു. ബിക്കോസ് എൻ്റെ പേരിലാണ് ഷോപ്പിൻ്റെ ട്രാൻസാക്ഷനും ഈ ലോഡുമൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര ടെൻഷനിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മാതാവിൽ വിശ്വസിച്ചിരിക്കുകയാണ്, ഉടമ്പടിയിലിരിക്കുകയാണ്, പിന്നെ ടെൻഷൻ വേണ്ട എന്ന്. പിന്നെ ഞങ്ങൾ ഒത്തിരി ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസ് തിരക്കി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ഡൽഹി പോലീസിലാണ്, അവിടെയാണ് കേസ് നടക്കുന്നത്, കോർട്ട് അവിടെയാണ്, മിക്കവാറും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹി പോലീസ് തന്നെ പോവും, അങ്ങനെയൊക്കെയാണ് ആ വ്യക്തി പറഞ്ഞത്. പിന്നെയും ടെൻഷൻ കൂടി. പക്ഷേ എനിക്കെന്തോ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കണ്ടില്ലെങ്കിലോ ഒരു പെൻസിൽ മിസ്സായാലോ ടെൻഷൻ അടിച്ച് വല്ലാണ്ടാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കെന്തോ ഡൽഹി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അറിയില്ല, യാതൊരുവിധ കുലുക്കവും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു സൂം മീറ്റിംഗ് വെച്ചു, അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കേസ് മുന്നോട്ട് പോയി. 4,40,000 രൂപ എന്ന ഒരു ഉറപ്പല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ മാതാവിൽ വരും, ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം കോൾ വന്നു, 1,10,000 രൂപയ്ക്ക് ഇന്ന് ഈവനിങ്ങിൽ അടച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാമെന്ന്. ഞങ്ങൾ ആ പൈസയ്ക്ക് വേണ്ടി ഓടി. അതൊക്കെ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടി. വൺ ടൈമായിട്ട് ഞങ്ങൾ ഈ 4,40,000 എന്നത് 1,10,000 ആക്കിയിട്ട് സെറ്റിൽ ചെയ്തു. പിന്നെ ക്ലോസിംഗ് ലെറ്റർ മെയിൽ വഴി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാനിപ്പോൾ സെറ്റ്, കേറ്ററ്റ്, PSC എക്സാമിനൊക്കെ പോകുമ്പോൾ എക്സാമിന് മുന്നോടിയായിട്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ജാതി മത ഭേദമന്യേ പത്രം നൽകും. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നൽകുന്നത്. ഈ പത്രം വായിക്കണം. നിങ്ങൾക്കുള്ള പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും അത് മാറ്റാനായിട്ട് മാതാവിനെ കൊണ്ട് സാധിക്കും. ഞങ്ങളുടെ അനുഭവമാണ്. പിന്നെ ഞങ്ങൾ എവിടെ പോയിരുന്നാലും ഒരു അരമണിക്കൂറെങ്കിലും മാതാവ് ഞങ്ങൾക്ക് തന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കില്ല. അത് പറയാത്ത ദിവസം ചുരുക്കമാണ്. ഞാനും ഹസ്ബൻഡാണ് എന്നെക്കാൾ കൂടുതൽ മാതാവിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഞങ്ങൾ റോഡിലിരിക്കുന്നവർക്ക് ഉച്ചഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. വസ്ത്രം കൊടുക്കാറുണ്ട്.
പിന്നെ ഞങ്ങളുടെ ഉടമ്പടി ആദ്യമൊന്നും ശരിക്കും വർക്കൗട്ട് ചെയ്തിരുന്നില്ല. പ്രാർത്ഥന കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ 3 പുതുക്കൽ വരെ കാര്യങ്ങളൊന്നും ശരിയാവാതിരുന്നപ്പോഴാണ് ഞാൻ ധ്യാനത്തിലൂടെ അറിയുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന്. പിന്നീട് ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിയാൽ പോലും ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ മുടങ്ങിയിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത് മാതാവ് സഞ്ചാരി മാതാവാണ് എന്നൊക്കെയുള്ള പേരുകൾ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് മാതാവ് ശരിക്കൊരു ഗൂഗിൾ മാപ്പാണ്. ഞങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വഴികൾ ഇങ്ങനെ അടയുമ്പോൾ റൂട്ട് പിടിച്ചു തരികയാണ്. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം, എന്താണ് തകരാറ്. ഈ കോടിക്കണക്കിന് ആളുകൾ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങളെ മാത്രം എങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്രത്തോളം ഗൂഗിൾ മാപ്പിനെ പോലെ ഞങ്ങളുടെ കാര്യങ്ങൾ വിതിൻ സെക്കൻഡ്സ് നടത്തി തരികയാണ് മാതാവ് ചെയ്തത്. കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ധാരാളം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും അധികം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നൽകിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ശില്പ പ്രമോദ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ വളരെ ദൈവാനുഭവമുള്ള സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത്. സാമ്പത്തിക മേഖലകളിൽ കടന്നുപോയ വലിയ തകർച്ചകൾ, പ്രതിസന്ധികൾ, ഉത്തരമില്ലാത്ത, കയ്യിൽ പണമില്ലാത്ത ഏറെ സാഹചര്യങ്ങൾ, അവിടെയൊക്കെയും അമ്മ മാതാവ് എങ്ങനെ കുടുംബത്തെ കാത്തു, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു, സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ സഹായിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മകൾ ആ സാക്ഷ്യം തുടങ്ങിയതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മർമ്മം. അതായത് ഒരു വഴി കാണാതെ ജീവിതം ആകെ തരിപ്പണമായി എവിടെ ആശ്രയിക്കുമെന്നറിയാതെ അലയുന്ന നാളുകളിൽ ഒരു പള്ളിയുടെ അകത്ത് വെച്ച് കൃപാസനം പത്രം കിട്ടുന്നുവെന്ന്. നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടി എടുക്കുന്ന മക്കളെ ലോകത്തിലേക്ക് ഈ കൃപാസനം മാതാവ് ദൂതരായി അയക്കുകയാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ ദൂതർ, അമ്മയുടെ ആത്മധൈര്യത്തിൻ്റെ ദൂതർ, അമ്മയുടെ പ്രത്യാശ പകരുന്ന ജീവിതത്തിൻ്റെ ദൂതരായി നമ്മളെ അയക്കുകയാണ്. ആ ദൂതിനൊപ്പം നമുക്ക് കൈമാറുന്നതാണ് കൃപാസന പത്രം. കാരണം നമുക്ക് സ്വയമേവ സംസാരിക്കുവാൻ ശക്തി കുറവാണെങ്കിൽ, നമുക്ക് ദൈവിക കാര്യങ്ങളിൽ അറിവ് കുറവാണെങ്കിൽ, അതിലൊട്ടും കുറവില്ലാതെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു, ദൈവം ഇന്നും കാത്തിരിക്കുന്നു, ദൈവം ഇന്നും സ്നേഹിക്കുന്നു, ദൈവം ഇന്നും ഇടപെടുന്നു എന്ന് നമ്മളിലൂടെ മറ്റനേകർക്ക് സാക്ഷ്യമാകുവാൻ വേണ്ടി നമുക്കൊരു കൃപാസനം പത്രം തന്നു വിടുകയാണ്. നാം ഇത് ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കൈമാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരൊക്കെയും അമ്മയെ തേടിയെത്തുകയും അവർ ഒരു പുതിയ ജീവിതം തുടങ്ങുകയുമാണ്. ഒരുപക്ഷെ ഇവർക്ക് കൈമാറിയ കൃപാസനം പത്രം കൈമാറിയ വ്യക്തി അറിയുന്നില്ല ഇന്ന് അവരിവിടെ ഇത്ര വലിയ ജീവിത അനുഭവങ്ങളോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ മാസവും നമ്മൾ കൃപാസനം പത്രം ഒത്തിരി പേർക്ക് കൈമാറുന്നുണ്ട്. ഒരുപക്ഷെ കൈമാറുന്ന വ്യക്തികളെയോ മുഖങ്ങളെയോ പോലും നമുക്ക് ഓർമ്മയിലില്ല. നാം അത് ഓരോ തവണയും ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട്. ഈ വലിയ ചെയിൻ, വലിയ ചങ്ങല, ഇത് വലിയ നെറ്റ്വർക്കായി തീരുകയാണ്. മകൾ പറഞ്ഞു, ഗൂഗിൾ മാപ്പിൽ ഒരു കാര്യം നാം കണ്ടെത്തുന്നത് പോലെ നമ്മുടെ ജീവിതാവസ്ഥ കണ്ടെത്തിക്കൊണ്ട് അമ്മ അപ്പോൾ ഇടപെട്ട് കോടിക്കണക്കിന് മക്കളെടുത്ത ഉടമ്പടികളിൽ നിന്ന് നമ്മുടെ പ്രത്യേകമായ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സമാധാനം നൽകുന്നത് പോലെ നാം കൈമാറുന്ന ഒരു കൃപാസനം പത്രത്തിലൂടെ ഏത് വ്യക്തിയാണെങ്കിലും, എത്ര കഠിനഹൃദയനാണെങ്കിലും, എത്ര വിശ്വാസമില്ലാത്തവരാണെങ്കിലും അവരുടെ ഒരു ആപത്ത് സമയത്ത് ആശ്രയിക്കുവാൻ എനിക്കൊരു അമ്മയുണ്ട് എന്ന വലിയൊരു പ്രതീക്ഷ നാം ഇതിലൂടെ കൈമാറുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും കരുതരുത് പ്രേക്ഷിത പ്രവർത്തനം ചെറുതാണെന്ന്. പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതാണെന്ന്. അതിന് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? ഉടമ്പടി കത്തിക്കൊണ്ടിരിക്കും, അനേകർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ നല്ല പ്രേക്ഷിതരായി നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.